ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലേക്ക് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു 4 പച്ചമുളക്. പൊടികളായിട്ട് വേണ്ടത് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത് ചേർത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ സ്പൈസസ് ആദ്യം ഇട്ട് കൊടുക്കണേന്ന് കേട്ടോ. അതിപ്പോഴാണ് ചേർത്തത്, അത് ഞാൻ മറന്നു പോയതായിരുന്നു. അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയുടെ കുറവ് ഉള്ള പോലെ തോന്നി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കഴുകി വെച്ചിരുന്ന ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് മൂന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചു. കുക്കർ അടച്ച് വെച്ചൊരു 3 വിസിലാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേ. ആദ്യം നമ്മൾ സവാള വാടാനുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ. പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് ഒരു അരമുറി തേങ്ങ, ഒരു 4 കാഷ്യൂനട്ടും കൂടെ മിക്സിയിൽ അടിച്ചതായിരുന്നു. അത് 3 വിസിലിന് ശേഷം കുക്കർ തുറന്നു. അതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന അരപ്പ്, ഈ കാഷ്യൂനട്ടും അതിലൊരു നുള്ളു വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും തേങ്ങയും വലിയ ജീരകം കൂടെ ഇട്ടിട്ടുള്ള മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ വെക്കുന്നൊരു റെസിപ്പി വീഡിയോ ആണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇത് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു.